ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുഡിങ് കണ്ടിട്ടേ ആദ്യമായിട്ടാട്ടോ ഒരാൾ എന്നോട് ഉണ്ടാക്കി തരുമോ ചോദിച്ചത്. എൻ്റെ ഉമ്മാൻ്റെ അനിയനാണ്, മൂന്നാമത്തെ ആങ്ങള. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്നേരം അങ്ങോട്ട് പോയിട്ടുമില്ല, പനിയും അസുഖമൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയിട്ട് കുട്ടീസിനെയും കൂട്ടിയിട്ട് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ വൈകിട്ട് ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ രാവിലെ എണീറ്റ് ഉണ്ടാക്കി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഓഫീസിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ മക്കളൊക്കെ റെഡിയാക്കി, അവൾ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓട്ടോ വന്ന് ഓട്ടോയിൽ പോവുകയാണ്. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കാണാൻ നല്ല രസമാട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വേഗം പോകുന്നതായിരുന്നു. ഇതാട്ടോ ഉമ്മാൻ്റെ വീട്. പിന്നെ ഇത് ഞങ്ങളുപ്പപ്പയാണ്, ഇതാണ് ഉപ്പപ്പാക്ക് ഇപ്പോൾ കുറച്ച് വയ്യാതായിട്ടുണ്ട്. പിന്നെ കുട്ടിമണീസൊക്കെ ഞങ്ങൾ വന്നതിൻ്റെ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ നിന്ന് 2 ദിവസം നിന്ന് പോകാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളെ പോരുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ അനിയത്തി വന്നേ. അവളെ മക്കള് ഭയങ്കര ജ്വല്ലറി മേക്കിങ് ഡിസൈനറാണ് കേട്ടോ. അപ്പം ഞാൻ അവളുടെ അടുത്ത് നിന്ന് മോക്ക് റോസിന് ഞാനൊരു പാദസരം ഓർഡർ ചെയ്തിരുന്നു. അപ്പം അതിട്ട് കൊടുത്ത് അവള് ഭയങ്കര ഹാപ്പി ആയി. ഉമ്മാൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ നല്ല രസമാട്ടോ. സിറ്റ് ഔട്ടിൽ തന്നെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കും. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഭയങ്കര ജോളിയായിട്ട് പോകും. അതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണിത്. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഞാൻ നാട്ടിൽ നേരെ കണ്ടിട്ടില്ല. അപ്പോൾ വിളിക്കായിരുന്നു, ഇനി തിരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അങ്ങോട്ട് ദുബായിലോട്ട് പോയിരുന്നില്ലേ എന്ന് ചോദിച്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ രാത്രി ഞങ്ങൾക്ക് ഫുഡിൽ നിന്ന് പൊറാട്ടയും ചിക്കൻ കറിയും. അപ്പം ഉമ്മയായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചിന്ന ഹെൽപ്പ് ചെയ്ത് പിന്നെ ഞാൻ കൊടുന്ന പുഡിങ് എടുക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മേനെ, മൂന്നാമത്തെ ആൾ. അപ്പോൾ മക്കൾക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ ഉണ്ട് കാര്യം നോക്കി, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കൊക്കെ കൊടുത്ത് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. പിന്നെ രാവിലെ പിന്നെ എണീറ്റ് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് ഇന്ന് പുട്ടും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിക്കത്തെ ചിക്കൻ കറി തന്നെയാണ് ഇന്ന് രാവിലെ. പിന്നെ അവിടെ ഉപ്പാക്കൊരു നായുണ്ട്. അപ്പോൾ കുട്ടിമണീസിനൊറ്റൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ അടുത്ത് പോയി. കുറേ കാലമായിട്ടോ അത് ഇവിടെ. തറവാട് വീടിൻ്റെ മുകളിൽ തന്നെ കേട്ടോ അമ്മോന് വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും ഉമ്മയും കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിരുന്നു വീട് കാണാൻ വേണ്ടിയിട്ട്. വന്നേരം കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഉച്ചക്ക് മന്തി ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വയ്യ. അപ്പോൾ മന്തി ഓർഡർ ചെയ്ത് കഴിച്ച്. പിന്നെ ഇതിൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരെ വീട്. അപ്പം ഞങ്ങൾ അവിടെ ആയിരുന്നു പിന്നെ കുറച്ച് ടൈം. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും അമ്മ പോവാന്നൊക്കെ പറഞ്ഞ്, പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളതല്ലേ. അപ്പോൾ